ഹായ് എവരി വൺ. എൻ്റെ പേര് ദേവനന്ദ PV. ഞാൻ എയിംസ് നാഗ്പൂരിൽ തേർഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. അപ്പം നമ്മൾ ഇതുവരെ നോക്കിക്കൊണ്ടിരുന്ന ചാപ്റ്റർ എന്താ? ജെനറ്റിക്സ് ആണ് അല്ലേ? ജെനറ്റിക്സ് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റർ ആണ്. നമ്മളുടെ ബേസിക്സ് ആയി എന്ത് പഠിക്കണം, നമ്മൾ മെഡിസിൻ പഠിക്കുകയാണെങ്കിൽ പോലും ഈ ജെനറ്റിക്സ് അറിഞ്ഞിരിക്കണം എന്തായാലും. അപ്പൊ നമ്മൾ ഇന്നലെ കുറച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ ടേംസ് പഠിച്ചിരുന്നു, ജെനറ്റിക്സിന്റെ ബേസിക് ടേംസ്. പിന്നെ ജെനറ്റിക്സിന്റെ ഫാദർ ആരാ? W. ബേറ്റ്സൺ. പിന്നെ ബേസിക് ടേംസിൽ ഫാക്ടേഴ്സ് പഠിച്ചു, എല്ലീൽസ് പഠിച്ചു, പ്യുവർ ലൈൻ, ടെസ്റ്റ് ക്രോസ്, ഹോമോസൈഗസ്, ഫീനോടൈപ്പ്, ജീനോടൈപ്പ്, ഇതൊക്കെ പഠിച്ചു. പിന്നെ ഞാൻ കുറച്ച് ടെസ്റ്റ് ക്രോസ് എഴുതി തന്നു, മോണോഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ്, ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ്, പിന്നെന്താ മെൻഡലിന്റെ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസ്, ലോ ഓഫ് ഡോമിനൻസ്, അതൊക്കെ മോണോഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് ആണ് നമ്മൾ ലാസ്റ്റ് ചെയ്തത്. പിന്നെ ഞാൻ ഡൈഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതിനു മുമ്പ് നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച വരെയുള്ള നമ്മളുടെ NCERT നോക്കണം. ഓക്കെ. അപ്പൊ മെന്റൽ ആക്ച്വലി ഏത് പ്ലാന്റ് ഉപയോഗിച്ചു? പിസം സെറ്റൈവം. പിസം സെറ്റൈവം അല്ലെങ്കിൽ നമ്മളുടെ പി പ്ലാന്റ്സ് ഉപയോഗിച്ചാണ് നമ്മളുടെ ഈ സ്റ്റഡീസ് ചെയ്തത്. അപ്പോ ട്രൂ ബ്രീഡിംഗ് ലൈൻ എന്ന് പറഞ്ഞാൽ ട്രൂ ബ്രീഡിംഗ് ലൈൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് വിച്ച് ഹാഡ് അണ്ടർഗോൺ കണ്ടിന്യൂസ് സെൽഫ് പോളിനേഷൻ. അപ്പൊ അത് കാരണം അതിന്റെ ആ ക്യാരക്ടർ എന്തായിരിക്കും? സ്റ്റേബിൾ ക്യാരക്ടറിലായിരിക്കും. ഓക്കെ. അങ്ങനെ മെന്റല് 14 ട്രൂ ബ്രീഡിംഗ് പീ പ്ലാൻ വെറൈറ്റീസിനെ സെലക്ട് ചെയ്തിരുന്നു. ആ 14 എന്തൊക്കെയായിരുന്നു? ഒന്ന് സ്റ്റെം ഹൈറ്റ്, ടോളും ഡ്വാർഫും, പിന്നെ ഫ്ലവറിന്റെ കളറും വയലറ്റും വൈറ്റ്, പിന്നെ ഫ്ലവറിന്റെ പൊസിഷൻ, ആക്സിലാണോ ടെർമിനൽ ആണോ, അല്ലെങ്കിൽ പോഡിന്റെ ഷേപ്പ്, പിന്നെ സീഡിന്റെ ഷേപ്പ്, പിന്നെ സീഡിന്റെ കളർ. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മള് മെന്റൽ ഉപയോഗിച്ചിരുന്ന 14 ക്യാരക്ടറിസ്റ്റിക്സ്. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് നോക്കണം ഇൻഹെറിറ്റൻസ് ഓഫ് വൺ ജീൻ നോക്കാം. ഒരു ജീൻ എങ്ങനെയാണ് ഇൻഹെറിറ്റ് ചെയ്യണത്. ഇപ്പൊ നമ്മള് മെന്റൽ ഒരു ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെന്റ് ചെയ്തു. അതിൽ അയാൾ ക്രോസ് ചെയ്തു നമ്മളുടെ ടോളും ഡ്വാർഫ് പ്ലാന്റ്സും. ഞാൻ അത് കഴിഞ്ഞ ക്ലാസ്സിൽ കാണിച്ചു തന്നിരുന്നു എങ്ങനെയത് ക്രോസ് ചെയ്യണേന്. അത് കഴിഞ്ഞിട്ട് ക്രോസ് ചെയ്തിട്ട് ഫസ്റ്റ് ഹൈബ്രിഡ് ജനറേഷനെയാണ് നമ്മൾ പറയണം F1 പ്രോജിനി എന്ന്. മെന്റൽ കണ്ടുപിടിച്ച ഈ എല്ലാ F1 പ്രോജിനി പ്ലാന്റ്സ് ടോളായിരുന്നു. ഈ പാരന്റ്സ് പോലെ ടോളായിരുന്നു. അതിൽ ആരും ഡ്വാർഫ് ഉണ്ടായിരുന്നില്ല അല്ലേ? ഓക്കെ. പിന്നെ കണ്ടുപിടിച്ചത് ഈ F1 എപ്പോഴും ഏതെങ്കിലും ഒരു പാരന്റിനെ റിസംബ്ലൻസ് ചെയ്യും, അല്ലെങ്കിൽ മറ്റേ പാരന്റിന്റെ ട്രേറ്റ് കാണില്ല. ഇതാണ് നമ്മളുടെ മെന്റൽ കണ്ടുപിടിച്ചത്. ഇനി അത് കഴിഞ്ഞ് മെന്റൽ എന്ത് ചെയ്തു? നമ്മൾ F1 പ്ലാന്റ്സിനെ വീണ്ടും സെൽഫ് പോളിനേറ്റ് ചെയ്ത് രണ്ടാമത്തെ ഫിലിയൽ ജനറേഷൻ 2 ആയ F2 ഓഫ് സ്പ്രിങ്സ് വന്നു. അതിൽ ഞാൻ പറഞ്ഞ F2 ഓഫ് സ്പ്രിങ്സിൽ ഞാൻ പറഞ്ഞു F1 എല്ലാ ക്യാരക്ടർ എക്സ്പ്രസ് ആയിരുന്നില്ലേ, റെസസീവ് ക്യാരക്ടർ എക്സ്പ്രസ് ആയിരുന്നില്ലല്ലോ. പക്ഷെ ആ ക്യാരക്ടർ ഇപ്പൊ നമ്മളുടെ F2 എക്സ്പ്രസ് ആയി. അതായത് 1/4 ഡ്വാർഫും വന്നു, 3/4 ടോളാണ് ഫീനോട്ടിപ്പിക്കലി. പക്ഷെ ജീനോട്ടിപ്പിക്കലി വ്യത്യാസമുണ്ട് അല്ലെ? ഹെട്രോസൈഗസും ഹോമോസൈഗസ് ടോൾ പ്ലാന്റ്സും ഉണ്ടായിരുന്നു. അപ്പോ ഇതിന്റെ റിസൾട്ട്സ് ഓൺലി വൺ ഓഫ് ദ പാരന്റൽ ട്രേറ്റ്സ് വാസ് എക്സ്പ്രസ്ഡ് ഇൻ F1 generation, while at the F2 stage both the traits were expressed in proportion 3:1. പിന്നെ കണ്ടുപിടിച്ചത് നമ്മൾ F1 F2 ഒരു ബ്ലെൻഡിങ് ഒന്നും കണ്ടില്ല. സത്യല്ലേ? ഓക്കെ. ഇതാ ഞാൻ പറഞ്ഞു ടോള് ഡ്വാർഫ് ക്രോസ് ചെയ്തപ്പോ നമുക്ക് F1 ടോള് കിട്ടി, F2 3 ടോളും ഒരു ഡ്വാർഫ്. ഓക്കെ. ഇനി ഈ ഒബ്സർവേഷൻസ് കണ്ടുപിടിച്ചിട്ടാണ് നമ്മളെ മെന്റൽ കുറച്ച് തിയറീസ് പ്രപ്പോസ് ചെയ്ത് കുറച്ച് ടെർമിനോളജീസ് പറഞ്ഞു. അപ്പൊ അങ്ങനെ മെന്റൽ പറഞ്ഞത് ഈ ഓരോ ഫാക്ടേഴ്സ് ഇങ്ങനെ ഓരോ ജനറേഷനായി ഇങ്ങനെ പാസ് ഓൺ ചെയ്ത് വരുന്നില്ലേ, അതിനെയാണ് നമ്മൾ പറയണത് നമ്മളുടെ ജീൻസ് അല്ലെങ്കിൽ ഫാക്ടേഴ്സ്. ഇപ്പൊ നമ്മൾ ജീൻസ് പറയുന്നു, ആ സമയത്ത് ഫാക്ടേഴ്സ്. അപ്പൊ ജീൻസ് ആണ് യൂണിറ്റ്സ് ഓഫ് ഇൻഹെറിറ്റൻസ്. ഇനി ഈ ചില ജീൻസ് പെയർ ഓഫ് കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ്സിനെ കോഡ് ചെയ്യും.
അവരെയാണ് നമ്മൾ പറയുന്നത് എല്ലീൽസ്. ഓക്കെ. ഇനി മെന്റൽ കണ്ടുപിടിച്ച എന്താ, നമ്മളുടെ F1 ഫീനോടൈപ്പ് എന്താ, ഹെട്രോസൈഗസ് എന്താ, എക്സാക്ട്ലി സെയിം ആയിരുന്നു എന്ത്, നമ്മൾ ഹോമോസൈഗസ് ടോൾ പാരന്റിന്റെ അനുസരിച്ച്. അതായത് ജനറ്റിക്കലി അവരത് ഡിഫറൻസ് ഉണ്ട്, പക്ഷെ എന്താ ഫീനോട്ടിപ്പിക്കലി അവര് സെയിം ആ. അപ്പൊ ഇത് പറഞ്ഞ എന്താ, ഒരു പെയർ ഓഫ് ഡിസിമിലർ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ എപ്പോഴും ഒരു ഫാക്ടർ എപ്പോഴും ഡോമിനേറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ ഡോമിനന്റ് ഫാക്ടർ എന്ന് പറയും, മറ്റേതിനെ റെസസീവ് ഫാക്ടർ. ഇപ്പൊ ഈ കേസിൽ ക്യാപിറ്റൽ ലെറ്റർ ടി, അത് ടോൾനെസ് ഇൻഡിക്കേറ്റ് ചെയ്യണം, അത് ഡോമിനന്റ് ആയതുകൊണ്ടാണ് F1 നിന്ന് ടോളായി വന്നത്. അപ്പൊ നമ്മൾ ഹോമോസൈഗസിലെ അല്ലീൽസ് എന്താ എപ്പോഴും സെയിം ആയിരിക്കും, സിമിലർ ആയിരിക്കും. പക്ഷെ എന്താ ഹെട്രോസൈഗോ ടിയില് അത് ഡിഫറെന്റ് ഡിസിമിലർ ആയിരിക്കും. ഓക്കെ. അപ്പൊ ഇത് നമ്മൾ ചെയ്ത മോണോഹൈബ്രിഡ് ക്രോസ് ആ. മോണോഹൈബ്രിഡ് ക്രോസ് എന്ന് പറയാൻ കാരണം ഇതിൽ എന്താ ഒരു ക്യാരക്ടറെ നമ്മൾ എടുത്തിട്ടുള്ളൂ, ടോൾനെസ് അല്ലെങ്കിൽ ഡ്വാർഫ്നെസ് എന്ന ക്യാരക്ടറാണ്. പ്ലാന്റിന്റെ ഹൈറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്താ ഇത് ചെയ്തത്. ഇനി ഫ്രം ദ ഒബ്സർവേഷൻ ആണ് എന്ത് നമ്മൾ കണ്ടുപിടിച്ച എന്താ, റിസസീവ് ട്രേറ്റ് എന്താ എക്സ്പ്രസ് ചെയ്തു F2 വിത്തൗട്ട് എനി ബ്ലെൻഡിങ്. അപ്പൊ അത് കാരണം നമുക്ക് എന്ത് മനസ്സിലായി, ഈ അല്ലീൽസ് ഓഫ് പാരന്റൽ പെയർ എന്താ സെഗ്രിഗേറ്റ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ഫ്രം ഈച്ച് അതർ. അത് കാരണം ഒരു അല്ലീൽ മാത്രമേ ട്രാൻസ്മിറ്റ് ആവുള്ളൂ നമ്മളുടെ എന്തില്, നമ്മളുടെ ഗാമീറ്റില്. ഓക്കെ. ഇനി സെഗ്രിഗേഷൻ എന്താ ഒരു റാൻഡം പ്രോസസ്സാ. അപ്പൊ അത് 50% ചാൻസ് ഉണ്ടാവും, എന്ത് 50% ചാൻസ് ഉണ്ടാവും എന്തിന്, ഇതിന്. ഓക്കെ. അപ്പൊ ഞാൻ പിന്നെ പണ്ണറ്റ് സ്ക്വയർ എന്താന്ന് പറഞ്ഞു. പണ്ണറ്റ് സ്ക്വയർ എന്താ, ആക്ച്വലി പണ്ണറ്റ് സ്ക്വയർ നമ്മളിങ്ങനെ നമ്മളുടെ മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും എന്താ അറേഞ്ച് ചെയ്ത് നമ്മൾ അതിനെ എന്ത് ചെയ്യും, നമ്മള് ഗാമീറ്റ്സ് സെപ്പറേറ്റ് ചെയ്ത് പിന്നെ നമ്മൾ ക്രോസ് ചെയ്യും. നമുക്ക് പഠിക്കാൻ വേണ്ടി എളുപ്പത്തിനാണ് എന്ത് അത് ചെയ്യണം. മനസ്സിലായല്ലോ? ഓക്കെ. ഇനി നമുക്ക് നമ്മളുടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ്, അതായത് മെന്റലിന്റെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് പറഞ്ഞാൽ എന്താ, ലോ ഓഫ് ഡോമിനൻസ്. ലോ ഓഫ് ഡോമിനൻസിൽ എന്താ പറയണം, ഈ ക്യാരക്ടേഴ്സ് കൺട്രോൾ ചെയ്യാൻ എന്താ ഒരു ഡിസ്ക്രീറ്റ് യൂണിറ്റ്സ് ഉണ്ട് കോൾഡ് ഫാക്ടേഴ്സ്. ഇതിൽ ഈ ഫാക്ടേഴ്സ് എന്താ എപ്പോഴും പെയർസിലാണ് കാണാം. ഇപ്പൊ ഒരു ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടേഴ്സിൽ എന്താ ഒരു മെമ്പർ പെയർ എന്താ ഡോമിനേറ്റ് ചെയ്യും മറ്റേതിനേക്കാളും. മനസ്സിലായല്ലോ? ഇനി ഈ ഡിസിമിലർ പെയർ ഓഫ് ഫാക്ടേഴ്സിൽ എന്താ ഒരു പെയറെ ഡോമിനേറ്റ് ചെയ്യുള്ളൂ, മറ്റേത് റെസസീവ് ആയിരിക്കും. ഈ ലോ ഓഫ് ഡോമിനൻസ് കാരണം നമുക്ക് എന്ത് മനസ്സിലാവണം, ഈ ഒരു പാരന്റൽ ക്യാരക്ടർ എക്സ്പ്രസ് ആവാൻ കാരണം F1 മോണോഹൈബ്രിഡ് ക്രോസിൽ. പക്ഷെ നമ്മളുടെ F2 എന്താ രണ്ടും എക്സ്പ്രസ് ആവുന്നുണ്ട് ഇല്ലേ? ഓക്കെ. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത ലോ ആണ് നമ്മൾ ലോ ഓഫ് സെഗ്രിഗേഷൻ. ലോ ഓഫ് സെഗ്രിഗേഷൻ എന്താ, ഇതിനനുസരിച്ച് നമ്മളുടെ അല്ലീൽസ് എന്താ ഒരു ബ്ലെൻഡിങ്ങും കാണിക്കില്ല. ഓക്കെ. അതായത് ബോത്ത് ദ ക്യാരക്ടേഴ്സ് എന്താ നമ്മളുടെ F2 ജനറേഷനിൽ അങ്ങനെ കിട്ടുന്നുണ്ട് അല്ലെ. ഒരു ഇന്റർമീഡിയറ്റ് ഹൈറ്റ് ഉള്ള നമുക്ക് പീ പ്ലാന്റ് കിട്ടുന്നുണ്ടോ? ഇല്ല. അപ്പൊ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോ ഓഫ് സെഗ്രിഗേഷൻ. അപ്പൊ ഈ പാരന്റ്സിൽ രണ്ട് എല്ലീൽ ഉണ്ടാവും ഗാമീറ്റ് ഫോർമേഷൻ സമയത്ത്. പക്ഷെ എന്താ പറയാ, ഇവരുടെ ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ എല്ലീൽ എന്താ സെഗ്രിഗേറ്റ് ചെയ്ത് ഒരു ഫാക്ടറെ കിട്ടുള്ളൂ, എക്സ്പ്രസ് ആവുള്ളൂ. അപ്പൊ ഹോമോസൈഗസ് പാരന്റ്സ് എപ്പോഴും എന്താ സിമിലർ ആയിട്ടുള്ള ഗാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ഹെട്രോസൈഗസ് എന്താ രണ്ട് ടൈപ്പ് ഓഫ് ഗാമീറ്റ് പക്ഷെ ഈക്വൽ പ്രൊപ്പോർഷനിലാണ് സെഗ്രിഗേറ്റ് ചെയ്യാം. ഇനി ഈ ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഞാൻ അവസാനം പറഞ്ഞുതരും, ഈ കോഡോമിനൻസും ഇൻകംപ്ലീറ്റ് ഡോമിനൻസും എന്താണ്. ഇനി നമുക്ക് എന്താ ഡൈഹൈബ്രിഡ് ക്രോസ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പൊ ഡൈഹൈബ്രിഡ് ക്രോസിന് നമ്മളുടെ മെന്റൽ എടുത്ത് എന്താ ഒരു സീഡിന്റെ ക്യാരക്ടറിസ്റ്റിക് ആയ റൗണ്ടിന് ക്യാപിറ്റൽ ആറും RRYY. ഓക്കെ. യെല്ലോ കളർ റൗണ്ട് സീഡും പിന്നെ അതിന്റെ റിസസീവായ റിങ്കിൾഡ് ഗ്രീൻ സീഡും. ഇതാണ് നമ്മള് മെന്റല് എടുത്തത്. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി അപ്പൊ ഇതിന്ന് ഇനി നമ്മൾ ഗാമീറ്റ്സ് ആണ് സെപ്പറേറ്റ് ചെയ്യേണ്ടത്. ലോ ഓഫ് സെഗ്രിഗേഷൻ അനുസരിച്ച് ഇതെന്ന് ഒരെണ്ണം ഇതെന്ന് ഒരെണ്ണം. അപ്പൊ ക്യാപിറ്റൽ R ഇത്, സ്മോൾ r സ്മോൾ y.
ഓക്കെ, അപ്പൊ F1 നമുക്ക് എന്ത് കിട്ടി? ഇത് ക്രോസ് ചെയ്താ RRYY. ഇതിലിപ്പോ ലോ ഓഫ് ഡോമിനൻസ് വെച്ച് ഒരെണ്ണ ഡോമിനന്റ് ആവുള്ളൂ, അതായത് റൗണ്ട് ഡോമിനന്റ് ചെയ്തു, യെല്ലോവും ഡോമിനന്റ് ചെയ്തു. അപ്പൊ ഇതെന്താ? റൗണ്ട് യെല്ലോ. മനസ്സിലായല്ലോ? ഇനി ഇതിനെ സെൽഫ് ചെയ്തു, അതായത് ഇതാണ് F1. ഇനി ഇതിനെ സെൽഫ് ചെയ്യുമ്പോ എന്താ? RRYY. അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് ഇനി ഗാമീറ്റ്സ് സെപ്പറേറ്റ് ചെയ്യണം. അപ്പോ നമുക്ക് ഇങ്ങനെ എഴുതാം, ഒരു മെയിൽ ഗാമിറ്റ് ഇതാവാം, ഒരു മെയിൽ ഗാമിറ്റ് ഇതും ആവാം, ഈ രണ്ട് കോമ്പിനേഷൻ. എല്ലാ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ നമുക്ക് ഇതിൽ ട്രൈ ചെയ്യണം. പിന്നെ ഇത് ഓക്കെ. അപ്പൊ ഇത് ഒരു സെറ്റായി, നമ്മൾ പണ്ണറ്റ് സ്ക്വയർ വരച്ചു, ഇതാണ് മെയിൽ ഗാമീറ്റ്. ഇനി ഫീമെയിൽ ഗാമീറ്റ്സ് വരയ്ക്കണം നമുക്ക്, അല്ലേ? അതിൽ ഫീമെയിലിൽ നമുക്ക് ഏതൊക്കെ വരും? RY 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 RY. ഓക്കെ, ഇതാണ് നമ്മളുടെ എന്ത്? പണ്ണറ്റ് സ്ക്വയർ. ഇനി ഈ പണ്ണറ്റ് സ്ക്വയറിൽ നമുക്ക് ഇനി ഇത് ഓരോ ഗാമീറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യണം. ഇതിങ്ങനെ ഇതിങ്ങനെ ഇതിങ്ങനെ, അതേപോലെ ഓരോ മെയിൽ ഗാമീറ്റും ഫീമെയിൽ ഗാമീറ്റും ക്രോസ് ചെയ്യണം. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് ഓരോ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ചെയ്ത് നോക്കാം. RRYY 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 RRYY. ഇനി RRYY 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 RR, ഇവിടെയും വൈയും വൈ. ഓക്കെ, ഇവിടെ ക്യാപിറ്റൽ R സ്മോൾ ആറും ക്യാപിറ്റൽ Y ക്യാപിറ്റൽ Y. ഓക്കെ, ഇതാണ് എന്ത്? നമ്മളുടെ പ്രോജനീസ്. അപ്പൊ ഇത് നമുക്ക് ഫീനോട്ടിപ്പിക് റേഷ്യോയിൽ എഴുതണം. ഫീനോട്ടിപ്പിക് റേഷ്യോ. ഇതിപ്പോ ഞാൻ പറഞ്ഞ എന്താ? ഡൈ ഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസ്. ഫീനോട്ടിപ്പിക് റേഷ്യോ അപ്പൊ ഇതെന്താ? ഇത് റൗണ്ട് സീഡ്സ് ആൻഡ് യെല്ലോ. അപ്പൊ റൗണ്ട് യെല്ലോ എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം. റൗണ്ട് യെല്ലോ, ഇത് റൗണ്ട് യെല്ലോ, ശരി. ഇതും റൗണ്ട് യെല്ലോ അല്ലേ? അത് ഹെറ്ററോസൈഗസ് റൗണ്ട് യെല്ലോ. ഇതും റൗണ്ട് യെല്ലോ, ഇത് റൗണ്ട് യെല്ലോ, 4 എണ്ണായി. ഇതും റൗണ്ട് യെല്ലോ, ഇത് റൗണ്ട് യെല്ലോ അല്ല, ഇത് റൗണ്ട് ഗ്രീനാ. ഇതും റൗണ്ട് യെല്ലോ, പിന്നെ ഇത് റൗണ്ട് യെല്ലോ, ഇത് റൗണ്ട് യെല്ലോ, ഇത് റൗണ്ട് യെല്ലോ. ഓക്കെ, ഇപ്പൊ എത്ര എണ്ണുണ്ട് റൗണ്ട് യെല്ലോ? 1 2 3 4 5 6 7 8 9. ഇപ്പൊ റൗണ്ട് യെല്ലോ 9 എണ്ണം ഉണ്ട്. ഇനി അടുത്തത് ഏതാ? നമുക്ക് റൗണ്ട് ഗ്രീൻ നോക്കാം. ഇതല്ല റൗണ്ട് ഗ്രീൻ. റൗണ്ട് ഗ്രീൻ എത്ര ഉണ്ടെന്ന് കൗണ്ട് ചെയ്യണം. ഇത് റൗണ്ട് ഗ്രീനാ, ഇതും റൗണ്ട് ഗ്രീനാ, ഇത് റൗണ്ട് അല്ല, ഇത് റിങ്കിൾഡ് യെല്ലോ, ഇത് റൗണ്ട് ഗ്രീൻ. റൗണ്ട് ഗ്രീൻ 3 എണ്ണം ഉണ്ട്. ഓക്കെ, ഇനി എന്താ നമുക്ക് നോക്കണ്ടത്? റിങ്കിൾഡ് യെല്ലോ. ഓക്കെ, റിങ്കിൾഡ് യെല്ലോ എന്ന് പറയുന്നത് എന്താ? ഇതില് റിങ്കിൾഡ് ഫസ്റ്റ് വരുന്നത് ഇത് റിങ്കിൾഡ് യെല്ലോ, ഇത് റിങ്കിൾഡ് യെല്ലോ, പിന്നെന്താ? ഇത് റിങ്കിൾഡ് യെല്ലോ. 3 എണ്ണം ഉണ്ട്. ഇനി ഒരു റിങ്കിൾഡ് ഗ്രീൻ, ഇതാണ് റിങ്കിൾഡ് ഗ്രീൻ. ഫീനോട്ടിപ്പിക് റേഷ്യോ എന്താ? 9:3:3:1. ഈ റേഷ്യോസ് ഓർത്ത് വെക്കണം ഡൈ ഹൈബ്രിഡ് ടെസ്റ്റ് ക്രോസിലുള്ള ഫീനോട്ടിപ്പിക് റേഷ്യോ. ഓക്കെ, ഇതാണ് ഇൻഹെറിറ്റൻസ് ഓഫ് 2 ജീൻസ് എന്ന് നമ്മൾ പഠിച്ച. അതിൽ എന്തൊക്കെയാ നമ്മൾ മെന്റൽ ചേട്ടൻ പറഞ്ഞെന്ന് നോക്കാം. മെന്റൽ എന്ത് കണ്ടു? മെന്റൽ പറഞ്ഞു നമ്മള് ഈ പാരന്റ്സിനെ ക്രോസ് ചെയ്തപ്പോ നമുക്ക് യെല്ലോ കളർ റൗണ്ട് ഷേപ്പ് സീഡ്സാ കിട്ടിയ. അത് കാരണം യെല്ലോ ആണ് നമ്മൾ ഗ്രീനിനേക്കാളും ഡോമിനന്റും, റൗണ്ട് ആണ് റിങ്കിളിനേക്കാളും ഡോമിനന്റ് എന്ന് കണ്ടു. ഇനി നമ്മൾ എന്ത് ചെയ്തു? ഇതിനെ വീണ്ടും F1 ക്രോസ് പോളിനേഷൻ ചെയ്തു. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 9:3:3
3:1 റേഷ്യോ ഫീനോടൈപ്പിൽ ഉള്ള ഇത് കിട്ടും. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ഡൈഹൈബ്രിഡ് ക്രോസ് എന്നാണ് നമ്മളുടെ എന്താ മൂന്നാമത്തെ ലോ മെന്റലിന്റെ, അതായത് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് വന്നത്. അപ്പൊ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് അനുസരിച്ച് എന്താ, ഈ ഫീനോടൈപ്സ് എന്താ നമ്മൾ കണ്ടു. ഓക്കെ, ഈ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് പറയുന്നത് ഈ രണ്ട് പെയർ ഓഫ് ട്രേറ്റ്സ് കമ്പൈൻ ചെയ്യുമ്പോൾ ഹൈബ്രിഡ് അല്ലെങ്കിൽ സെഗ്രിഗേഷൻ ഓഫ് വൺ പെയർ ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് എന്താ, ക്യാരക്ടേഴ്സ് ഇസ് ഇൻഡിപെൻഡന്റ് ഓഫ് അതർ പെയർ ഓഫ് എന്താ ക്യാരക്ടേഴ്സ്. ഓക്കെ, അപ്പൊ നമ്മൾ പണ്ണറ്റ് സ്ക്വയർ ഉപയോഗിച്ചിട്ടാണ് ഇത് കണ്ടുപിടിച്ചത്. ഓക്കെ, ഇതാണ് നമ്മളുടെ എന്ത്, ഇത്രയുള്ളൂ മെന്റൽസ് ലോവും പിന്നെന്താ ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്, മെന്റൽസ് ലോ, ഇതാണ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് പഠിക്കാനുള്ള ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. അപ്പൊ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് മെന്റൽ ജസ്റ്റ് എന്താ ഈ 18 ഇൻഹെറിറ്റൻസ് ഓഫ് ക്യാരക്ടേഴ്സ് പഠിപ്പിച്ചു. പക്ഷെ കോൺസെപ്റ്റ് ഓഫ് ജീൻസ് എന്താ ആള് പറഞ്ഞില്ലല്ലോ മെന്റല്. അപ്പൊ അങ്ങനെയാണ് നമ്മളുടെ 1900 3 സയന്റിസ്റ്റ് ഉണ്ട്, ഡി റൈസ്, കോറൻസ് ആൻഡ് വോൺ ഷെർമാക്. ഡി റൈസ്, കോറൻസ് ആൻഡ് വോൺ ഷെർമാക് ആണ് ആദ്യമായിട്ട് എന്താ ഈ ഇൻഡിപെൻഡന്റ്ലി അവരെന്താ ഈ മെന്റലിന്റെ റിസൾട്ട്സ് കണ്ടുപിടിച്ചു. ഇൻഹെറിറ്റൻസ് ഓഫ് ക്യാരക്ടേഴ്സ് അവർ ഇൻഡിപെൻഡന്റ്ലി കണ്ടു. അതെങ്ങനെ കണ്ടുപിടിച്ചത്? അത് ഈ മൈക്രോസ്കോപ്പിയുടെ അഡ്വാൻസ്മെന്റ് കാരണമാണ് അവര് ഈ സെൽ ഡിവിഷൻ പഠിച്ചിട്ടാണ് അത് കണ്ടുപിടിച്ചത്. അപ്പൊ ഇങ്ങനെ ഇതിൽ കൂടെയാണ് നമ്മളുടെ ഈ ന്യൂക്ലിയസിന്റെ ഉള്ളിലുള്ള സ്ട്രക്ചർ, ക്രോമസോം കണ്ടുപിടിച്ചു. ആ ക്രോമസോമിന് എന്താ ഡബിൾ ചെയ്ത് ഡിവൈഡ് ചെയ്യാനുള്ള കഴിവുണ്ട് ഓരോ സെൽ ഡിവിഷന് മുമ്പ്, അതും കണ്ടുപിടിച്ചു. ഓക്കെ, ഇനി ഈ 1902 എന്താ ഈ ക്രോമസോം മൂവ്മെന്റ് ഡ്യൂറിങ് മ്യൂസിസ് എന്താ ഹാഡ് ബീൻ വർക്ക്ഡ് ഔട്ട്. ഇനി ഈ വോൾട്ടർ സട്ടൺ ആൻഡ് തിയോഡർ ബൊവേരി ആണ് എന്താ നമ്മളെ ക്രോമസോമിന്റെ ബിഹേവിയർ എന്താ നമ്മൾ ജീൻസിന്റെ ബിഹേവിയർ ആയി പാരലായി കണ്ടുപിടിച്ചത്. അപ്പൊ ഈ ക്രോമസോം മൂവ്മെന്റ് ആണ് നമ്മളെ മെന്റലിന്റെ ലോ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പൊ നമ്മള് സെൽ സൈക്കിൾ ആൻഡ് ഡിവിഷനിൽ പഠിച്ചിരുന്നു. മൈറ്റോസിന്റെ സമയത്ത് എന്താ ഇക്വേഷണൽ ഡിവിഷനും മിയോസിന്റെ സമയത്ത് റിഡക്ഷൻ ഡിവിഷനും ആണ്. അപ്പൊ ഇതിലെന്താ ഈ ക്രോമസോമും ജീൻസും ഒരേപോലെ എന്താ പേരൻസിലാണ് കാണുക. അപ്പോ ഒരു ഹോമോലോഗസ് ക്രോമസോംസിൽ ഐഡന്റിക്കൽ സൈറ്റിലാണ് നമ്മളുടെ എന്താ രണ്ട് എല്ലീൽസ് കാണുക ജീൻ പെയറിന്റെ. അപ്പൊ നമുക്ക് ജീൻസിനെയും ക്രോമസോമിനെയും എന്താ ബിഹേവിയർ കമ്പയർ ചെയ്യാം. അപ്പൊ ഞാൻ ഒരു പോസിബിലിറ്റി പറയാണ്, ജീൻസും ക്രോമസോമും പെയർസിൽ കാണും. ഓക്കെ, അപ്പൊ ഏതാണ് എന്താ പറയാ ഗ്രാമി ഫോർമേഷന്റെ സമയത്ത് എന്താ ട്രാൻസ്മിറ്റ് ആവുക? മനസ്സിലായല്ലോ? ഇപ്പൊ കൺഫ്യൂസിങ് അല്ലേ? അപ്പൊ അത് കാരണമാണ് നമുക്ക് എന്താ പഠിക്കേണ്ടത് സെൽ സൈക്കിളിൽ എങ്ങനെയാ ഉണ്ടാവുക. അപ്പൊ നമ്മൾ അനാഫേസിന്റെ മിയോസിസ് 1 അനാഫേസ് ഉണ്ട്. ആ അനാഫേസിന്റെ സമയത്ത് 2 ക്രോമസോം പെയർസ് എന്താ അലൈൻ ചെയ്യും മെറ്റാഫേസ് പ്ലേറ്റില്. അപ്പൊ ഇത് പഠിക്കാൻ നമ്മൾ പല കളറുള്ള ക്രോമസോംസിനെ പഠിക്കുകയാണ്. ഇപ്പൊ ലെഫ്റ്റില് ഈ ലെഫ്റ്റ് കോളത്തിൽ എന്താ ഓറഞ്ചും ഗ്രീനും ആണ് സെഗ്രിഗേറ്റ് ചെയ്യണം, റൈറ്റില് ഓറഞ്ചും റെഡും. മനസ്സിലായല്ലോ? ഇതിൽ പോസിബിലിറ്റി 1 എന്താ നമ്മളുടെ ഒരു ലോങ് ഓറഞ്ചും ഷോർട്ട് ഗ്രീൻ ക്രോമസോം എന്താ ലോങ് യെല്ലോ പിന്നെ ഷോർട്ട് റെഡ് ക്രോമസോം സെയിം പോളിലുണ്ട്. ഓക്കെ, ഇനി മിയോസിസ് 2 എന്താ ഈ ക്രോമാറ്റിക്സ് ഡിവൈഡ് ചെയ്യും. അപ്പൊ ദേ ഒരു പകുതിയായി ക്രോമസോമിന്റെ പകുതി. അത് കഴിഞ്ഞ് എന്തുണ്ടായി? അത് കഴിഞ്ഞ് നമ്മളുടെ ജേം സെൽസ് വന്നു. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ ജേം സെൽസ് വന്നു. അപ്പൊ അങ്ങനെയാണ് നമ്മളുടെ ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് എങ്ങനെയാണെന്ന് നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പൊ ഈ സട്ടനും ബുവേരിയാണ് നമ്മളുടെ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ്. അതായത് ഈ ക്രോമസോംസിന്റെ സെഗ്രിഗേഷൻ കാരണമാണ് നമ്മളുടെ സെഗ്രിഗേഷൻ ഓഫ് ജീൻസ് ഉണ്ടാവണമെന്ന് കണ്ടുപിടിച്ചത് ഇവരാണ്. മനസ്സിലായല്ലോ? ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ മോർഗൻ എന്ന സയന്റിസ്റ്റ്, ആ മോർഗൻ എന്ന സയന്റിസ്റ്റ് ആണ് നമ്മളെ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസിന്റെ എക്സ്പെരിമെന്റൽ വെരിഫിക്കേഷൻ ചെയ്തത്. മനസ്സിലായോ? എക്സ്പെരിമെന്റൽ വെരിഫിക്കേഷൻ ചെയ്തത് എന്താ നമ്മളുടെ മോർഗൻ ആണ്. അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിന്റെ സ്റ്റാർട്ടിങ്ങിലേ പറഞ്ഞിരുന്നു. എന്ത്? ഡ്രോസോഫില മെലാനോഗാസ്റ്റർ.
ഡ്രോസോഫില മെലാനോഗാസ്റ്റർ എന്ന് പറഞ്ഞ ഈ ഫ്രൂട്ട് ഫ്ലൈയിലാണ് അവര് ഇത് എന്താ പറയാ സയന്റിസ്റ്റ് കണ്ടുപിടിച്ചത്. ഓക്കെ. ഓക്കെ. അപ്പോ ഇത്രയാണ് നമ്മുടെ ക്രോമസോമൽ തിയറി ഓഫ് എന്ത് ഇൻഹെറിറ്റൻസ്. ഓക്കെ. ജീൻ ക്രോമസോമിന്റെ ഡിഫറൻസ് ആണ്. ജീൻ എന്താ ഇറ്റ് ഒക്കേഴ്സ് ഇൻ പെയർസ്, ക്രോമോസോം ഒക്കേഴ്സ് ഇൻ പെയർസ്. ഇവിടെ എന്ത് ജീൻ എന്ത് സെഗ്രിഗേറ്റ് ചെയ്യും അറ്റ് ദ ടൈം ഓഫ് ഗാമീറ്റ് ഫോർമേഷൻ. ഓക്കെ. ഇനി ഇൻഡിപെൻഡന്റ് പെയർസ് സെഗ്രിഗേറ്റ് ചെയ്തതില ക്രോമസോമിൽ. ഓക്കെ. ഇതാണ് നമ്മളുടെ ജീനും ക്രോമസോമും. ഓക്കെ. അപ്പൊ നമുക്ക് ഇത് ചെയ്യാം, എന്ത് NCERT. ഇപ്പൊ ക്രോമസോമൽ തിയറിയിൽ നമ്മൾ ഫസ്റ്റ് 3 സയന്റിസ്റ്റുകളുടെ പേരാണ് നമുക്ക് നോക്കേണ്ടത്. 1900 ഡി റൈസ്, കോറൻസ് ആൻഡ് വോൺ ഷെർമാർക്ക് ആണ് നമ്മളുടെ മെന്റലിന്റെ റിസൾട്ട്സ് എന്താ ഇൻഡിപെൻഡന്റ്ലി വീണ്ടും റീഡിസ്കവർ ചെയ്തത്. ഓക്കെ. ഇനി ആ സമയത്ത് നമ്മൾ എന്താ ഇതുണ്ടായിരുന്നു, ഈ മൈക്രോസ്കോപ്പിയിലുള്ള അഡ്വാൻസ്മെന്റ് കാരണം ഈ സയന്റിസ്റ്റിന് എന്താ ഈ സെൽ ഡിവിഷൻ ഒക്കെ പഠിക്കാൻ പറ്റിയിരുന്നു. അപ്പൊ ഇതാ ഈ ബോഡീസ് ആണ്, ഒരു ഡിവൈഡ് ചെയ്യുന്ന ബോഡീസിനെയാണ് നമ്മൾ എന്ത് പറയണ ഈ ക്രോമസോംസ്. അപ്പൊ ഈ കളേർഡ് ബോഡീസ് ആണ് ക്രോമസോംസ് ആണ് വരാ. അപ്പൊ ബൈ 1902 ആണ് നമ്മളുടെ എന്ത് ഈ ക്രോമസോം മൂവ്മെന്റ് ഡ്യൂറിങ് മിയോസിസ് കണ്ടുപിടിച്ചത്. വോൾട്ടർ സട്ടൻ ആൻഡ് തിയോഡാർ ബൊവേരി ആണ് ഈ ക്രോമസോം മൂവ്മെന്റ് പാരലൽ ടു ബിഹേവിയർ ഓഫ് ജീൻസ് കണ്ടുപിടിച്ചത്. ഓക്കെ. അപ്പോ നമ്മളുടെ സട്ടൻ ആൻഡ് ബൊവേരി പറഞ്ഞ എന്താ, നമ്മളുടെ ഈ പെയറിംഗ് ആൻഡ് സെപ്പറേഷൻ ഓഫ് പെയർ ഓഫ് ക്രോമസോംസ് എന്താ വുഡ് ലീഡ് ടു segregation ആണ് ഓഫ് എ പെയർ ഓഫ് ഫാക്ടേഴ്സ് ദേ ക്യാരി. അപ്പൊ സട്ടൻ നമ്മളുടെ ക്രോമസോമൽ സെഗ്രിഗേഷൻ മെന്റേലിയൻ പ്രിൻസിപ്പിൾസിന്റെ ഒപ്പം എന്താ പറയുക കൂട്ടി യോജിച്ചിട്ടാണ് നമ്മളുടെ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് പഠിപ്പിച്ചത്. ഓക്കെ. ഓക്കെ. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് നമ്മളുടെ എന്താ ഇതിന്റെ എക്സ്പെരിമെന്റൽ ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസിന്റെ എക്സ്പെരിമെന്റൽ വെരിഫിക്കേഷൻ വേണം. അത് തന്നത് നമ്മളുടെ തോമസ് ഹണ്ട് മോർഗൻ വർക്ക് ചെയ്ത സ്പെസിമെൻ എന്താ നമ്മളുടെ ഫ്രൂട്ട് ഫ്ലൈസ് ആയ ഡ്രോസോഫില മെലാനോഗാസ്റ്റർ. അപ്പൊ ഇവര് നമ്മള് സിന്തറ്റിക്കലി ലബോറട്ടറിയിൽ ഗ്രോ ചെയ്യാൻ പറ്റും. പിന്നെ അവര് ലൈഫ് സൈക്കിൾ ഉപയോഗിക്കാൻ കാരണം എന്ന് വെച്ചാൽ സിന്തറ്റിക് മീഡിയത്തിൽ അവർക്ക് ലബോറട്ടറിയിൽ ഗ്രോ ചെയ്യാം. പിന്നെന്താ അവര് ലൈഫ് സൈക്കിൾ 2 വീക്സിൽ കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ ഒരു സിംഗിൾ മീറ്റിംഗ് കൊണ്ട് ലാർജ് നമ്പർ ഓഫ് പ്രോജനി ഫ്ലൈസ് നമുക്ക് കിട്ടും. അത് കുറച്ച് ടൈമിന്റെ ഉള്ളിൽ തന്നെ. പിന്നെന്താ ക്ലിയർ ഡിഫറൻസിയേഷൻ ഉണ്ടായിരുന്നു മെയിലും ഫീമെയിൽ ഫ്ലൈസും തമ്മിൽ. അപ്പൊ അത് കാരണം എന്താ നമുക്ക് ഇത് പഠിക്കാൻ പറ്റി. ഇനി ഈ മോർഗൻ കുറെ ഈ ഡൈഹൈബ്രിഡ് ക്രോസസ് നമ്മളുടെ ഡ്രോസോഫിലിയില് പഠിച്ചപ്പോ എന്താ മനസ്സിലായി, ചില ജീൻസ് സെക്സ് ലിങ്ക്ഡാ. സെക്സ് ലിങ്ക്ഡ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചിലപ്പോ മെയിൽസിൽ മാത്രം ഇങ്ങനെ ട്രാൻസ്മിറ്റ് ആവും, പക്ഷെ ഫീമെയിൽസ് കാരിയേഴ്സ് ആവും. അതിനെയാണ് നമ്മൾ ലിങ്കേജ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇതിനൊരു എക്സാമ്പിൾ എന്താ, മോർഗൻ നമ്മളുടെ ഹൈബ്രിഡൈസ്ഡ് യെല്ലോ ബോഡി വൈറ്റ് ഐഡ് ഫീമെയിൽസും ബ്രൗൺ ബോഡി റെഡ് ഐ മെയിൽസിനെയും ക്രോസ് ചെയ്ത F1 പ്രോജനി വന്നു. അപ്പൊ ഇയാള് കണ്ടത് എന്താ, നമ്മളുടെ 2 ജീൻസും ഇൻഡിപെൻഡന്റ്ലി സെഗ്രിഗേറ്റ് ചെയ്തുമില്ല. അതല്ലാണ്ട് എന്താ F2 ആക്ച്വലി ഡീവിയേറ്റ് ചെയ്തു. നമ്മളുടെ നോർമൽ 9:3:3:1 ഡൈഹൈബ്രിഡ് റേഷ്യോ ഇല്ലേ, അതൊന്നും ഡീവിയേറ്റ് ആയി. ഓക്കെ. അപ്പൊ അതാണ് നമ്മള് ഈ മെന്റേലിയൻ തിയറിയുടെ എന്താ ഇതുമാണ്, അത് ഒരു എന്താ പറയാ ഡ്രോബാക്കും കൂടിയാണത്. മനസ്സിലായല്ലോ. ഇപ്പൊ മോർഗൻ എന്ത് നമ്മളുടെ ഫിസിക്കൽ അസോസിയേഷൻ ആൻഡ് ലിങ്കേജ് ആണ്. അതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞ ലിങ്കേജ്. ഓക്കെ. സെക്സ് ലിങ്ക്, അതായത് നിങ്ങൾക്ക് അറിയാം കളർ ബ്ലൈൻഡ്നെസ് ഒക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ ആണുങ്ങൾക്കാണ് മെയിൻലി കാണുക, പക്ഷെ ഫീമെയിൽസ് ജസ്റ്റ് കാരിയേഴ്സ് ആവും. ഓക്കെ. പിന്നെ ഈ ലിങ്കേജ് കൂടാതെ വേറൊരു ടേമും കൂടി ഉണ്ട്,
ആ വേറെ ടേമാണ് മറ്റേ നമ്മളുടെ റീകോമ്പിനേഷൻ. അപ്പൊ റീകോമ്പിനേഷൻ എന്താ? ഈ റീകോമ്പിനേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ നോൺ പാരന്റൽ ജീൻ കോമ്പിനേഷൻസിനെയാണ് നമ്മൾ റീകോമ്പിനേഷൻ എന്ന് പറയുന്നത്. അതായത് മോർഗൻ കണ്ടുപിടിച്ചു ഈ ഫ്രൂട്ട് ഫ്ലൈസിൽ പുതിയ കുറെ ക്യാരക്ടേഴ്സ് കണ്ടിരുന്നു, പുതിയ ജീൻസ് വന്നിരുന്നു. ഇതിനെയാണ് നമ്മൾ റീകോമ്പിനന്റ് ജീൻസ് എന്ന് പറയാം. അപ്പോ ഈ എക്സ്പെരിമെന്റിൽ കണ്ടുപിടിച്ച എന്താ, ഈ വൈറ്റും യെല്ലോ എന്താ ടൈറ്റ്ലി ലിങ്ക്ഡ്. അപ്പൊ ആക്ച്വലി ഓൺലി 1.3% റീകോമ്പിനേഷൻ തന്നുള്ളൂ. പക്ഷെ വൈറ്റും മിനിയേച്ചർ വിങ് എന്താ 37.2% റീകോമ്പിനേഷൻ കണ്ടു. കാരണം അവരത്ര ടൈറ്റ്ലി ലിങ്ക്ഡ് അല്ല. പിന്നെ ആളുടെ എന്താ പറയാ സ്റ്റുഡന്റ് ആണ് ആൽഫ്രഡ് സ്റ്റോവെന്റ് യൂസ് ദ ഫ്രീക്വൻസി ഓഫ് റീകോമ്പിനേഷൻ ബിറ്റ്വീൻ ജീൻ പെയർസ് എന്താ ഓൺ ദ സെയിം ക്രോമോസോം ആസ് എ മെഷർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജീൻസ്. അങ്ങനെയാണ് ജീൻ മാപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് പോളിജീനിക് ഇൻഹെറിറ്റൻസ് നമുക്ക് പഠിക്കാം. പോളിജീനിക് ഇൻഹെറിറ്റൻസ് എന്നാ, പോളിജീനിക് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത് ഈ നമ്മൾ മെന്റൽ പഠിച്ചെന്താ, ഈ കുറച്ച് ഓൾട്ടർനേറ്റ് ഫോംസ് ആയ ഫ്ലവറിന്റെ കളർ എന്താ, അതെന്താ ഈതർ പേർപ്പിൾ അല്ലെങ്കിൽ വൈറ്റ് ആണ്. പക്ഷെ നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ എന്ത് കാണാം, പല ടൈപ്പ് ഫ്ലവേഴ്സ് കാണില്ലേ. അപ്പൊ അതെന്താ നമ്മളുടെ ഹ്യൂമൻസിലായാലും അതെ, നമുക്ക് ജസ്റ്റ് ടോളും ഷോർട്ടും അല്ല, ഇന്റർമീഡിയറ്റ് ഹൈറ്റ് ഉള്ളവരുണ്ട്. അപ്പൊ അങ്ങനത്തെ ട്രേറ്റ്സ് എന്താ ആക്ച്വലി രണ്ടോ മൂന്നോ ജീൻസ് കൂടുതലാണ് അവർ കൺട്രോൾ ചെയ്യണം. അപ്പൊ അങ്ങനത്തെ ട്രേറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയണം, പോളിജീനിക് ട്രേറ്റ്സ്. ഓക്കെ, അതാണ് പോളിജീനിക് ട്രേറ്റ്സ്. അപ്പൊ ഹ്യൂമൻ സ്കിൻ കളറും വേറൊരു എക്സാമ്പിൾ ആണ് പോളിജീനിക് ഇൻഹെറിറ്റൻസിന്റെ. ഹ്യൂമൻ ഹൈറ്റും ഹ്യൂമൻ സ്കിൻ കളറും. അപ്പൊ ഈ പോളിജീനിക് ട്രേറ്റിന്റെ ഫീനോടൈപ്പ് ആണ് നമ്മളുടെ ഓരോ എല്ലീന്റെ കോൺട്രിബ്യൂഷൻ റിഫ്ലക്ട് ചെയ്യണം. അതായത് നമ്മൾ വിചാരിക്കുക 3 ജീൻസ് ഉണ്ട് ABC, അത് നമ്മളുടെ സ്കിൻ കളറിനെ എന്താ കൺട്രോൾ ചെയ്യും. അതിന്റെ ഡോമിനന്റ് ഫോംസ് ആണ് ക്യാപിറ്റൽ ABC, അത് ഡാർക്ക് സ്കിൻ കളറും. ഓക്കെ, റെസസീവ് ഫോംസ് ലൈറ്റ് സ്കിൻ കളറും. അപ്പോ ഇതില് നമ്മൾ കോമ്പിനേഷൻ ചെയ്ത് ഈ ക്യാപിറ്റൽ ABV CC ആണ് നമ്മൾ ഏറ്റവും ഡാർക്കസ്റ്റ് സ്കിൻ കളർ, ഈ നീഗ്രോസ് ഒക്കെ ഉള്ള. ഓക്കെ, പിന്നെ മറ്റേതൊക്കെ എന്താ നമ്മളുടെ ഈ റെസസീവ് ആയിട്ടുള്ളതാണ് ഏറ്റവും ലൈറ്റ് സ്കിൻ കളർ ആയ അവര് വെളുത്തിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ പോളിജീനിക് ഇൻഹെറിറ്റൻസ്. പക്ഷെ ഇത് കൂടാതെ എന്താ ഇന്റർമീഡിയറ്റ് സ്കിൻ കളർ ഇല്ല, അതായത് നമ്മുടെ ഇന്ത്യൻസ് അവരെന്താ ബ്രൗൺ സ്കിൻ അല്ല, നല്ല ഡാർക്കും അല്ല, എന്നാ എന്താ പറയാ ഈ സായിപ്പുമാരെ പോലെ വെളുത്തിട്ടും അല്ല. അപ്പൊ ഇതൊക്കെയാണ് എന്ത് പോളിജീനിക് ഇൻഹെറിറ്റൻസ്. അപ്പൊ ഇതും മെന്റലിന്റെ ലോസ് ഓഫ് ഇൻഹെറിറ്റൻസിന്റെ ഡ്രോബാക്ക് ആണ്. പോളിജീനിക് ഇൻഹെറിറ്റൻസ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല, ഈ ലിങ്കേജും ക്രോസ് ലിങ്കിങ്ങും റീകോമ്പിനേഷനും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയില്ല. ഇനി പ്ലിയോട്രോപ്പിസം എന്ന് പറയുന്നത് എന്താ, നമ്മൾ ഇതുവരെ കണ്ടത് എന്താ, ഒരു ജീനിനെ ആക്ച്വലി ഒരു ഫീനോടൈപ്പ് അല്ലെങ്കിൽ ഒരു ക്യാരക്ടർ മാത്രമേ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മള് കുറെ സ്റ്റഡീസ് അനുസരിച്ച് കണ്ടുപിടിച്ചിട്ടുണ്ട് ഒരു സിംഗിൾ ജീൻ എന്ന മൾട്ടിപ്പിൾ ഫീനോടൈപ്സിനെ എന്താ പറയുക എഫക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ജീൻസാണ് പ്ലിയോട്രോപ്പിസം എന്ന് പറയുന്നത്. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഫിനൈൽ കീറ്റോണ്യൂറിയ. ഫിനൈൽ കീറ്റോണ്യൂറിയയില് ഈ ഫിനോയിൽ കീറ്റോണ്യൂറിയ ഉണ്ടാക്കുന്ന ജീനിൽ എന്തെങ്കിലും മ്യൂട്ടേഷൻ ഉണ്ടായ എന്തുണ്ടാവും, ഈ എൻസൈം ഉണ്ട് ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസ്, അതിന്റെ മ്യൂട്ടേഷൻ ഉണ്ടാവും. അപ്പൊ അത് കാരണം എന്താ ഫിനോട്ടിപ്പിക്കൽ എക്സ്പ്രഷൻ എന്താ മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ട്, റിഡക്ഷൻ ഹെയർ ഉണ്ട്, സ്കിൻ പിഗ്മെന്റേഷൻ ഉണ്ട്. ഈ 3 സാധനങ്ങൾക്കും എന്താ ഇഫക്റ്റ് ആവുന്നുണ്ട് ജസ്റ്റ് ഒരു ജീനിന് കാരണം. അപ്പൊ ഒരു ജീൻ ആക്ച്വലി എന്താ പല ഫിനോട്ടിപ്പിക് എക്സ്പ്രഷൻ ഉള്ളതാണ്. ഫിനൈൽ കീറ്റോണ്യൂറിയ ആണ് എന്തിന്റെ എക്സാമ്പിൾ, ഈ പ്ലിയോട്രോപ്പിസം. അപ്പൊ അത് ഹ്യൂമൻസിലാണ് കാണുക. അത് ആക്ച്വലി എന്താ മ്യൂട്ടേഷൻ വഴിയാണ് കാണിക്കുന്നത്. നമ്മളുടെ ആ മ്യൂട്ടേഷൻ ഉണ്ടായപ്പോ എന്തുണ്ടായി, ഈ എൻസൈം ഫിനൈൽ അലാനിൻ ഹൈഡ്രോക്സിലേസിന് കോഡ് ചെയ്യുന്ന എൻസൈമിന് ഡിഫക്റ്റ് ആവും. അപ്പൊ അത് കാരണം എന്താ ഇതിന്റെ ഫീനോട്ടിപ്പിക് എക്സ്പ്രഷൻ എന്തൊക്കെ, മെന്റൽ റിട്ടാർഡേഷൻ, ഹെയർ പ്രൊഡക്ഷൻ കുറയും, പിന്നെ സ്കിൻ പിഗ്മെന്റേഷൻ കുറയും. അപ്പൊ ഇതും നമ്മളുടെ മെന്റൽസ് ലോ അനുസരിച്ച് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ, ഇല്ല. അപ്പൊ ഇതും എന്താ ഡ്രോബാക്ക് ആണ്. ഓക്കെ, ഇനി നമുക്ക് എന്താ പഠിക്കേണ്ടത്, സെക്സ് ഡിറ്റർമിനേഷൻ പഠിക്കണം. പക്ഷെ അതിനു മുമ്പ് എന്താ ഞാൻ വേറെ കുറച്ച് ജനറ്റിക് ഡിസോർഡേഴ്സ് പഠിപ്പിച്ചുതരാം. ഓക്കെ,
അതായത് മെന്റേലിയൻ ഡിസോർഡേഴ്സ് ആയ എന്താ പറയാ സിക്കിൾ സെൽ അനീമിയം, പിന്നെന്താ തെലാസീമിയം. അത് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് മറ്റുള്ള ഇത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോ പെഡിഗ്രി അനാലിസിസ്. അപ്പൊ നമുക്ക് ഈ പല ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ട് അല്ലെ? ആ ജനറ്റിക് ഡിസോർഡേഴ്സ് നമുക്ക് നമ്മുടെ ഫാമിലിയിൽ ഇങ്ങനെ അത് ഇൻഹെറിറ്റ് ചെയ്ത് ഇങ്ങനെ പാസ് ഓൺ ചെയ്യണതാണ് ഈ ജനറ്റിക് ഡിസോർഡേഴ്സ്. അപ്പൊ ആ ജനറ്റിക് ഡിസോർഡേഴ്സ് പഠിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് സിമ്പിൾസ് ഉപയോഗിക്കും. ഓക്കെ, അപ്പൊ മെയിലിന് നമ്മൾ എന്താ ആക്ച്വലി ഒരു മെയിലിനെ നമ്മൾ എഴുതണമെങ്കിൽ ആക്ച്വലി സ്ക്വയർ ആണ് റെപ്രസെന്റ് ചെയ്യുക, മെയിൽ. പിന്നെ സർക്കിൾ കാണിക്കാൻ എന്ത് റെപ്രസെന്റ് ചെയ്യും? ഫീമെയിൽ. ഓക്കെ, ഇനി ഡയമണ്ടിന്റെ അർത്ഥം എന്താ? സെക്സ് അൺസ്പെസിഫൈഡ്, അതായത് നമുക്കറിയില്ല ഏത് സെക്സ് ആണെന്നത്. പിന്നെ ഞാൻ ഈ ഇതിനൊക്കെ ഷെയ്ഡ് ചെയ്തു എന്ന് വിചാരിക്കാം. ഷെയ്ഡ് ചെയ്ത അർത്ഥം എന്താ? അത് ആ ഇൻഡിവിജ്വലിന് ഡിസീസ് എഫക്റ്റഡ് ആയിട്ടുണ്ട്, ആ ജീൻ എഫക്റ്റഡ് ആണ്. ഫീമെയിലേക്ക് ഒരു കണക്ഷൻ വരച്ച അർത്ഥം എന്താ? മീറ്റിംഗ് നടന്നു, അതായത് സെക്ഷുവൽ ഇന്റർകോഴ്സ് നടന്നു. ഇനി ഞാൻ 2 വര വരച്ച അതിന്റെ അർത്ഥം എന്താ? അത് കൺസാങ്വിനസ് മീറ്റിംഗ് ബിറ്റ്വീൻ റിലേറ്റീവ്സ്, അതായത് ആങ്ങളെയും പെങ്ങളോ അല്ലെങ്കിൽ അച്ഛനും മോളോ അങ്ങനെ. അതൊക്കെ നിങ്ങൾക്ക് അറിയാണ്ട് ഓരോ നമ്മളുടെ ഇന്ത്യയിൽ തന്നെ ഈ ചില സൊസൈറ്റീസിൽ നടക്കുന്നുണ്ട് ഈ പരിപാടി. പക്ഷെ അങ്ങനെ ചെയ്യരുതെന്നാണ് ഇപ്പോഴത്തെ എന്താ പറയാ റിസർച്ച് അനുസരിച്ച്. കാരണം ജനറ്റിക് ഡിസോർഡേഴ്സ് ഏറ്റവും കൂടുതൽ അക്യുമുലേറ്റ് ചെയ്യാൻ കാരണം ഈ കൺസാങ്വിനസ് മീറ്റിംഗ് ആണ്. ഇനി ഞാനൊരു സിംപ്ലിഫൈ ചെയ്ത് ഇങ്ങനെ ഒരു നമ്പർ ഇട്ടു, ഇതിന്റെ ഉള്ളിൽ ഒരു നമ്പർ എഴുതി. അതിന്റെ അർത്ഥം എന്താ? ഇതില് 5 എത്രയോ നമ്പർ ഇതിലുണ്ട്, ആ നമ്പർ എന്താ? അൺഎഫക്റ്റഡ് ഓഫ് സ്പ്രിങ് ആണ്. മനസ്സിലായല്ലോ? ഓക്കെ, ഇതാണ് നമ്മളെ പെഡിഗ്രി അനാലിസിസ്. അപ്പൊ പെഡിഗ്രി അനാലിസിസ് ചെയ്ത് നമുക്ക് കുറച്ച് മെന്റേലിയൻ ഡിസോർഡേഴ്സ് ഉണ്ട്, അതായത് ഓട്ടോസോമൽ റെസസീവും ഓട്ടോസോമൽ ഡോമിനന്റും. ഓട്ടോസോമൽ ഡോമിനന്റിൽ മെയിൻലി മയോട്ടോണിക് ഡിസ്ട്രോഫി ആണ്. ഓട്ടോസോമൽ റെസസീവില് നമ്മുടെ സിക്കിൾ സെൽ. പിന്നെ കുറച്ച് എക്സ്-ലിങ്ക് ഡിസീസസ് ഉണ്ട്, കളർ ബ്ലൈൻഡ്നെസ്. ഓക്കെ ഓക്കെ, പിന്നെ ഹീമോഫീലിയ. അപ്പൊ നമുക്ക് ആദ്യം കളർ ബ്ലൈൻഡ്നെസ്സും ഹീമോഫീലിയും പഠിക്കാം. കളർ ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് ആക്ച്വലി സെക്സ് ലിങ്ക്ഡ് ആണ്. സെക്സ് ലിങ്ക്ഡ് എന്ന് പറയുന്നത് എക്സ് ലിങ്ക് ഡിസോർഡർ. എക്സ് ലിങ്ക് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് എന്താ? ഇത് ആക്ച്വലി എന്താ? നമ്മളെ എക്സ് ക്രോമസോമിലാണ് ആ ജീനിന് മ്യൂട്ടേഷൻ കാരണം. അപ്പോൾ അത് ആക്ച്വലി നമ്മള് മെയിൽസിലാണ് കാണുക, ഫീമെയിൽസിലല്ല. അതായത് ആലോചിച്ച് നോക്ക്, ഇതേ എക്സ് കളർ ബ്ലൈൻഡ്നെസ്സിന് നമ്മള് വേണമെങ്കിൽ സി, ഇതാണ് നമ്മളുടെ കളർ ബ്ലൈൻഡ്നെസ്സിനുള്ള ജീൻ. അത് ഒരു മെയിലിനുണ്ട്, അച്ഛനുണ്ട്. പക്ഷെ അമ്മ എന്താ? നോർമലാ. അതാണ്. അപ്പൊ അത് എക്സ് ലിങ്ക്ഡ് ആണ്. അതായത് ഇവർക്ക് എന്താ ഈ കളേഴ്സ് കാണാൻ പറ്റില്ല, റെഡ്, ഗ്രീൻ അല്ലെങ്കിൽ എന്താ ബ്ലൂ. ഇതിലൊരു കളർ അവർക്ക് കാണാൻ പറ്റില്ല, ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല ഇത് ഏത് കളറാണ്. അപ്പൊ ഈ ഡിഫക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയണത്? കളർ ബ്ലൈൻഡ്നെസ്. അപ്പൊ ഇത് എക്സ് ലിങ്ക്ഡ് ആണ്. അപ്പൊ മെയിൽസിലാണ് ഒരു ക്രോമസോം, എക്സ് ക്രോമസോമേ ഉള്ളൂ. അപ്പൊ മെയിൽസിൽ ഇത് വന്ന എപ്പോഴും എന്താ അവർക്ക് ഉണ്ടാവും. പക്ഷെ ഫീമെയിൽസിൽ 2 എക്സ് ക്രോമസോം ഉള്ള കാരണം ആ 2 എഫക്റ്റഡ് ആവണമെന്നില്ല. അപ്പൊ അത് കാരണം ചിലപ്പോൾ അത് കാരിയർ ആവാം, മിക്കവാറും അവർ കാരിയർ തന്നെ ആവുള്ളൂ. അപ്പൊ ഈ സൺ ഓഫ് എ വുമൻ ഹു ക്യാരീസ് ദ ജീൻ എന്താ? ഹാസ് 50% ചാൻസ് ഓഫ് ബീങ് കളർ ബ്ലൈൻഡ്. പക്ഷെ മദർ എന്താ കളർ ബ്ലൈൻഡ് അല്ല, കാരണം ഈ ജീൻ റെസസീവ് ആണ്. ഓക്കെ, അതേപോലെ തന്നെ ഹീമോഫീലിയ ഒരു എക്സ് ലിങ്ക് റെസസീവ് ഡിസോർഡർ ആണ്. അതെന്താ? ആക്ച്വലി ഫീമെയിൽസ് അൺഎഫക്റ്റഡ് കാരിയർ ആയിരിക്കും ടു സം ഓഫ് ദ മെയിൽ പ്രോജിനി. ഈ ഡിസീസിൽ എന്താ? ഒരു സിംഗിൾ പ്രോട്ടീൻ ഉണ്ട്, അതായിരിക്കും നമ്മളുടെ എന്താ ഈ കാസ്കേഡ് ഓഫ് പ്രോട്ടീൻസ് ഇൻവോൾവ് ഉണ്ട് ക്ലോട്ടിങ്ങിന് വേണ്ടിയിട്ട്. അപ്പൊ അതിൽ ഡിഫക്റ്റീവ് ആയതുകൊണ്ട് എന്തുണ്ടാവും? ഈ ബ്ലീഡിങ് നടന്നുകൊണ്ടിരിക്കും. ഈ ക്ലോട്ടിങ് ഫാക്ടേഴ്സിന് എന്തെങ്കിലും ഡിഫക്റ്റീവ് ആവും. അങ്ങനെയുള്ള ആൾക്ക് ഈ നോൺ സ്റ്റോപ്പ് ബ്ലീഡിങ് ഉണ്ടാവും, ഒരു ചെറിയ കട്ട് മതി മരിക്കാൻ. അപ്പം ഈ ഫീമെയിൽ ഹീമോഫീലിയ ആവാൻ എക്സ്ട്രീംലി റെയർ ആണ്. അപ്പൊ ഈ ഫീമെയിൽ ഹീമോഫീലിയ ഉണ്ടായ പിന്നെന്താ ഭയങ്കര ഈ മെൻസ്ട്രേഷന്റെ ഒക്കെ സമയത്ത് എന്താ ഭയങ്കര ബ്ലീഡിങ് അല്ല, മെൻസ്ട്രേഷന്റെ സമയത്ത് തന്നെ മരിച്ചു പോകും, കാരണം അവർ ജീവിച്ചിരിക്കില്ല.
പിന്നെ അങ്ങനെ നമ്മൾ ഹീമോഫീലിയ കണ്ടത് എന്താ, നമ്മളുടെ ഈ ക്വീൻ വിക്ടോറിയയുടെ ഫാമിലി പെഡിഗ്രിയിലും കണ്ടിട്ടുണ്ട്. എന്ത് ഈ ഹീമോഫീലിയയുടെ ഇത്. ഇനി അടുത്തതാണ് നമ്മളുടെ എന്ത്, സിക്കിൾ സെൽ. അപ്പൊ സിക്കിൾ സെല്ലും തെലാസീമിയും അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. ഞാൻ ഇപ്പൊ പറയുന്നില്ല, അത് നിങ്ങൾക്ക് നാളെ ഞാൻ പറഞ്ഞുതരും. അപ്പം ഇനി കുറെ ഉണ്ട് ഈ ചാപ്റ്ററിൽ കംപ്ലീറ്റ് ചെയ്യാൻ. അപ്പൊ അതിൽ നമുക്ക് വേറൊരു ഡിസോർഡർ ഫിനൈൽ കീറ്റോണ്യൂറിയ നോക്കാം. ഫിനൈൽ കീറ്റോണ്യൂറിയ എന്താ, അതൊരു ഓട്ടോസോമൽ റിസസീവ് ഡിസോർഡർ ആണ്. അതൊരു ഇൻബോൺ എറർ ഓഫ് മെറ്റബോളിസം ആണ്. അതിലെന്താ, ഇതിലൊരു എൻസൈം ഉണ്ട്. ആ എൻസൈം നോർമലി ഫിനൈൽ അലാനിൻ ടു ടൈറോസിൻ കൺവേർട്ട് ചെയ്യാം. പക്ഷെ ആ എൻസൈം ഡിഫക്റ്റീവ് ആയതുകൊണ്ട് എന്തുണ്ടാവും, ഫിനൈൽ അലാനിൻ അക്യുമുലേറ്റ് ചെയ്യും. അവർ അക്യുമുലേറ്റ് ചെയ്ത് ഫിനൈൽ അലാനിൻ എന്താ, ഫിനൈൽ പൈറുവിക് ആസിഡ് ആയി കൺവേർട്ട് ആവും. എന്നിട്ട് ഇത് ബ്രെയിൻ ടിഷ്യൂലൊക്കെ അക്യുമുലേറ്റ് ചെയ്ത് മെന്റൽ റിട്ടാർഡേഷൻ ഉണ്ടാവും. പിന്നെ യൂറിൻ വഴി എക്സ്ക്രീറ്റ് ചെയ്യും. അപ്പോ ഇതാണ് ഫിനൈൽ കീറ്റോണ്യൂറിയ. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ ഇതിൽ ഇനിയുണ്ട് പഠിക്കാൻ. അപ്പൊ നമുക്ക് പെഡിഗ്രി അനാലിസിസ് ആ ചാപ്റ്റർ നോക്കാം. ഓക്കെ. ഇപ്പൊ പെഡിഗ്രി അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, നമ്മളുടെ ഈ ഹ്യൂമൻ സൊസൈറ്റിയിൽ കുറെ ഡിസോർഡേഴ്സ് എന്താ ഇൻഹെറിറ്റഡ് ആണ്. അപ്പൊ ഇത് ഹെറിറ്റബിലിറ്റി ഓഫ് സർട്ടൻ ജീൻസ് വഴിയാണ് കണ്ടുപിടിച്ചത്. ഇപ്പൊ പെഡിഗ്രി അനാലിസിസിൽ നമുക്ക് ഇൻഹെറിറ്റൻസ് ഓഫ് പെർട്ടിക്കുലർ ട്രേറ്റ് എന്താ, ഒരു ഫാമിലി ട്രീ വരച്ച് നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ നമുക്കറിയാം ഓരോ ഫീച്ചർ എന്താ, ഓർഗാനിസം അത് ആക്ച്വലി എന്താ, ഒരു ജീനാണ് ക്യാരി ചെയ്യണത്. ആ ജീൻ എവിടെയായിരിക്കും ലൊക്കേറ്റഡ് ആയിരിക്കുക, നമ്മുടെ DNA-യിലും, ക്രോമസോമിലുള്ള DNA. അപ്പൊ DNA ആണ് കാരിയർ ഓഫ് എന്ത്, ജനറ്റിക് ഇൻഫോർമേഷൻ. അപ്പൊ ഇറ്റ് ഇസ് ഹെൻസ് ട്രാൻസ്മിറ്റഡ് ഫ്രം വൺ ജനറേഷൻ ടു അതർ വിത്തൗട്ട് എനി ചേഞ്ച് ഓർ ഓൾട്രേഷൻ. ഓക്കെ. അപ്പൊ ഇതാണ് എന്ത്, നമ്മളുടെ പെഡിഗ്രി അനാലിസിസ്. അപ്പൊ ഇത്രയാണ് നമ്മളെ ചാപ്റ്ററിലുള്ള. ഇത്രയല്ല, ഇനിയും കുറെ പഠിക്കാനുണ്ട്. ഞാൻ എല്ലാം പറഞ്ഞു തന്നിട്ടില്ല. നമുക്ക് ഇതിന് എക്സ്ട്രാ പോയിന്റ്സ് നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ പല മോഡ്സ് ഓഫ് ഇൻഹെറിറ്റൻസ്, പിന്നെയും കുറെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാണ്ട് ജനറ്റിക്സിൽ. പിന്നെ നമ്മൾ DNA മോഡൽ പഠിക്കാനുണ്ട്, വാട്സൺ ആൻഡ് ക്രിക്ക് മോഡൽ. ഓക്കെ. ഓക്കെ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. ബാക്കി ക്ലാസ് നമുക്ക് നാളെ അടുത്ത സെഷനിൽ കണ്ടിന്യൂ ചെയ്യാം. അത് കുറച്ച് വലിയ ചാപ്റ്റർ ആയതുകൊണ്ട് നിങ്ങൾ ഇന്ന് വരെ എടുത്ത സാധനം റിവൈസ് ചെയ്യാം. സോ താങ്ക് യു.